അവിടെ പോന്നിക്ക്. ചേട്ടാ ഒന്ന് നിന്നോട്ടെ. അയ്യോ ഫുള്ളായി. നീ ഒരൊറ്റ ഒരുത്തം കാരണം എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നേരത്തെ ഇറങ്ങുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാ, നേരെ അങ്കിൾസിൽ പോയി ഓരോ ഐസ്ക്രീം അടിച്ച് ഒന്ന് കറങ്ങി വെച്ച് വീട്ടിലേക്ക് പോവാ. നീ ഒറ്റയ്ക്ക് ഇറങ്ങിയാ മതി. എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് നിർബന്ധം? അതെ. എങ്കിൽ നീ ഇവിടേക്ക് ബ്ലാക്കിൽ കിട്ടുമെന്ന് ഞാനൊന്ന് തപ്പട്ടെ. ഹായ് പ്രകാശ്. ഹായ് സഞ്ജു. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ? ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുള്ളായി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ബ്ലാക്കിൽ കിട്ടുമോ നോക്കാൻ പോയിരിക്കേ എബി. എനിവേ വിട്ടോളൂ. ക്യാരി ഓൺ. ഞാൻ വേണേ സാക്രിഫൈസ് ചെയ്യാം. ഈ ടിക്കറ്റിന് സോനയ്ക്ക് കൊടുത്തു. ഇതൊരു ചാൻസ് അല്ലടാ. അവള് വരുവോ? അത് നിന്റെ മിടുക്ക്. അപ്പൊ എബി? സാരമില്ല, അവനെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ചെല്ലടാ. എന്താ കേറിയില്ലേ? പടം തുടങ്ങും. അത് പിന്നെ സഞ്ജു കണ്ടതാ പടം. ഞാൻ വിളിച്ചപ്പോ വന്നേ ഉള്ളൂ. സോന വേണമെങ്കിൽ അവന്റെ ടിക്കറ്റ് കേറിക്കോളൂ. അപ്പൊ പ്രകാശ്? അല്ല, എന്തായാലും ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഒരുമിച്ച് കയറാം അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ അവനൊന്ന് നോക്കട്ടെ. എബിയെ, അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത്. ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ, അതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് അവക്ക് ചെറിയൊരു സൈഡ് വലി ഉണ്ടെന്ന്. അല്ല, ഞാൻ നിക്കണോ അതോ വിട്ടോട്ടെ? എബി വന്നിട്ട് പോവാം. ഒരു രക്ഷയില്ല, ബ്ലാക്കും ഇല്ല വൈറ്റും ഇല്ല. വാ നമുക്ക് പോവാം. ഞാനില്ലാന്ന് പറഞ്ഞില്ലേ? പടം കാണാൻ തീരുമാനിച്ച പടം കണ്ടിട്ടേ സോന വരും. ഇതെവിടുന്ന്? പെമ്പിള്ളേര് വിചാരിച്ച ഇങ്ങനെ പലതും സാധിക്കും. അല്ല, ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ. എനിക്ക് കാണാൻ ഒരെണ്ണം പോരെ. അപ്പൊ ഞാനോ? പുറത്ത് നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും. അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിൽക്കേ. പ്രകാശും സഞ്ജുവും നിപ്പുണ്ട് അവിടെ. സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത്. പ്രകാശിന്റെ ടിക്കറ്റ് നീയും അടിച്ചു മാറ്റുന്നു. നമ്മൾ ഭേഷ പടം കാണുന്നു. വാ. പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട്. അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര്. ഓക്കെ, പടം തുടങ്ങി തോന്നുന്നു. നമുക്ക് കയറാം പ്രകാശ്. അപ്പൊ എബി പറഞ്ഞ പോലെ ബൈ സഞ്ജു. പ്രകാശ് ആ ടിക്കറ്റ് കാണിച്ചേ. സീറ്റ് നമ്പർ ഉണ്ട്. H14 ഡബിൾ ചെക്ക്. H15. അയ്യോ, തൊട്ടടുത്ത സീറ്റ്. ഓക്കേ ദെൻ ബൈ. ഏയ് താങ്ക് യു പ്രകാശ്. സഞ്ജു, ടിക്കറ്റിന്റെ പൈസ തൽക്കാലം കാണാം. ഓക്കേ. പോക്കൃത്തരമാണല്ലോ അവള് കാണിച്ചത്. ഒന്ന് ചമ്മേ, എന്നാലും സാരമില്ല. I like her smartness. Come on, Ebi, pass it here. Jackson, back. ഹലോ സോന. ഹായ്. എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? വീട്ടിൽ പോകുന്നില്ലേ? ദേ കോന്തന്റെ ബൈക്ക് കേടാ. അവനെയും കാത്തിരിക്കുവാ. ഡ്രൈവർ പണി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ് മൂവി. യു ആർ സോ സ്മാർട്ട്. ഇന്നലെ തന്റെ ആ കുസൃതി എനിക്ക് വളരെ ഇഷ്ടമായി. Is it? ഞാൻ കരുതി പ്രകാശൻ എന്നോട് ദേഷ്യായിരിക്കുമെന്ന്. ഏയ് നെവർ. നിക്ക് ഒരു 5 മിനിറ്റ്. ഓയ് ഒരു 5 മിനിറ്റടാ. ഏയ് എന്താ നിക്കുന്നേ? കം സെറ്റ്. എബിയുടെ കൂടെ അല്ലാതെ ഞാൻ ഒരിക്കലും സോനയെ തനിച്ച് കണ്ടിട്ടില്ല. സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ത്? I thought you were in love. Sorry, ഞാൻ പറഞ്ഞല്ലോ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ മനസ്സിലായി, I was mistaken. ഫൈനൽ ഇയറാ ഞങ്ങൾ ഈ കോളേജില്. പ്രകാശ് ഇപ്പൊ ചോദിച്ച പോലെ ഒരു ചോദ്യം ഇതുവരെ ഈ കോളേജിൽ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. I'm sorry, really sorry. ബൈ. ഹായ് പ്രകാശ്. ഹായ് അബി. ഇന്നലത്തെ ടിക്കറ്റിന്റെ പൈസ ഞാൻ സഞ്ജുന്റെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അവൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല. പോടാ. ബൈ പ്രകാശ്. വെറുതെ അതും ഇതൊന്നും ആലോചിക്കണ്ട കേട്ടോ. See you. ബൈ. എന്താ പിന്നെ ഒലിപ്പേര് തന്നെയാണോ? ഇത് അത് തന്നെയാണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇടപെടണോടാ? വേണ്ടി വന്നേക്കും. ഇപ്പൊ സമയായിട്ടില്ല. എന്താടാ? പ്രകാശിന് ഒരു സംശയം, നമ്മള് തമ്മിൽ ലവ് ആണോന്ന്. അങ്ങനെ ചോദിച്ചോ? ആഹാ, ആള് വിചാരിച്ച പോലെ അല്ലല്ലോ. ചെങ്കീരിയാണല്ലോടാ. ഓട്ടടാ. എവിടം വരെ പോകും നോക്കാം അല്ലേ? Hit that time, I'll come
ഹായ് മേനൻ അങ്കിൾ. ഹായ് എബി. സ്കോർ എത്രയായി? 98 for 5. നമ്മുടെ കാര്യം പോക്കാതെ. ഇനിയിപ്പോ മാർച്ച് 31 വരെ എന്റെ ക്രിക്കറ്റുകൾ കാണൽ ഇവിടെയാ. അവിടെ ലക്ഷ്മിക്ക് SLC കാരണം കേബിൾ കട്ട് ചെയ്തു. ക്രിക്കറ്റ് കാണാതെ എനിക്ക് ഉറക്കം വരില്ല. നമ്മുടെ മോക്ക് മനസ്സിലാവണ്ടേ? ഏയ് രുക്കു, മമ്മി വന്നില്ലേ? இல்ல லேட் ஆகும்னு போன் வந்துச்சு. എനിക്കൊരു ചായ അങ്കിളിനും വേണേ. எபி எங்க உன் சைட்? நான் ஸ்பெஷல் மிளகா பஜ்ஜி போட்டு வச்சிருக்கேன், வர சொல்ல. എത്തിരിക്കപ്പെട്ടി മുളകാ ബജി. അരേ വാ, ഞാൻ ഇപ്പൊ ആളെ വിളിക്കാം. ഹേയ്, എത്തിരിക്കപ്പെട്ടി മുളകാ ബജി. പോരട്ടെ പോരട്ടെ പോരട്ടെ. சாப்பிட்டு பார்த்துட்டு சொல்ல. ഓക്കേ. ഏയ് സോന, നിനക്കറിയോ നമ്മുടെ രുക്കുവിന്റെ എത്തിരിക്കാപ്പെട്ടി മുളകാ ബജി ரொம்ப ഫേമസ്. തിരുവനന്തപുരത്തെ ഇതിനു മുമ്പ് രുക്കു നിന്ന ഒരു വീട്ടില് അവിടുത്തെ ഒരു റിട്ടയർഡ് മൂപ്പിൽസ് ഈ മുളകാ ബജി കഴിച്ചതും നമ്മുടെ രുക്കുവിനോടൊരു സൈറ്റ്. நான் ஒண்ணு சும்மா வரல, நல்ல மூஞ்சி மேல 4 அரை அரைஞ்சிட்டு தானே வந்தேன். കുറച്ച് വെള്ളം. இந்த ஆளோட பெரிய லொல்லா போச்சுப்பா. காலையில இருந்து இன்னொரு வரைக்கும் 9 தடவை தண்ணி வாங்கி குடிச்சிட்டான். இந்த ஆளு என்ன முனிசிபாலிட்டி வாட்டிட்டாங்க தண்ணிய வாங்கி வாங்கி உள்ள ஸ்டோர் பண்ணிக்கிறதுக்கு. மத்தியானம் வேற சாப்பாட்டுக்கு வீட்டுக்கு போயிட்டு நல்ல மூக்கு முட்டை மொக்கிட்டு வந்துட்டான். சாயந்தரம் சன் டிவில எம்ஜிஆர் படம், அன்பேவா, லவ்ஸ் படம் பார்க்க முடியாது போல இருக்கே. இந்த ஆளுக்கு வேற வேலையே இல்ல. മൂപ്പിൽസ് റിട്ടയർഡ് കേണലാ. ஆமா, கேனலாவது கோணலாவது. எனக்கு இந்த ரிட்டையர்டு கேலட் பையில பார்த்தாலே தலையில இருந்து கால் வரைக்கும் உடம்பெல்லாம் தக தகான்னு எரியும். அதுவும் இல்லாம நம்மள மாதிரி வயசு பொண்ணுங்களை பார்த்தாலே இந்த கிழட்டு பையிலுக்குள்ள ஒரு இது வரும்பா. ഇതാ ஜல்சாதே. ഓ, മേനൻ അങ്കിൾ പാവല്ലേ രുക്കു. பாவம் எல்லாம் போக போகத்தானே தெரியும். ക്രിക്കറ്റുകളുടെ പേരും പറഞ്ഞുള്ള മേനോനങ്ങളുടെ ഇരിപ്പില് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോടാ? അല്ല, ആള് പണ്ടേ ഒരു ചിക്കൻ 65 ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഈ കോളനിയിലെ ചിക്കൻ 65ഉം ബട്ടർ ചിക്കനും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. എന്നെ ഉദ്ദേശിച്ചാണോ? എന്താ, നമ്മൾ മോശമാണോ? ஹாய் சோனபிஸ், எனக்கு இந்த வீட்டுக்கு வந்ததுல இருந்து ஒரு பெரிய சந்தேகம். நான் எப்பவுமே அந்த ஆளுக்கு தண்ணி கொண்டே கொடுத்தேன்னா குடிச்சதுக்கு அப்புறம் என்ன பார்த்து ஒரு வார்த்தை சொல்றாரு. அது என்னன்னே எனக்கு புரிய மாட்டேங்குது. சாதாரணமா தமிழ் இங்கிலீஷ்னா ஐ அண்டர்ஸ்டுட். இது மலையாளமும் இல்ல. சுக்ரியானா குக்ரியானா ஒரு வார்த்தை சொல்றாரு. அது என்ன இளவனே புரிய மாட்டேங்குது. പറഞ്ഞോ പറഞ്ഞോ ചൊല്ലി ചൊല്ലി അപ്പൊ ചൊല്ലിയില്ലേ? ചൊല്ലിച്ചപ്പാ. എടാ എബി, അത് ചൊല്ലിയടാ ചൊല്ലിയടാ. തണ്ണി വാങ്ങി കുടിച്ചപ്പോൾ മേനോനങ്ങളായി ചൊല്ലിയല്ലേ? ചൊല്ലിയല്ലേ? ഇതാണ് മേനോനങ്ങളുടെ കുഴപ്പം. ഇത് തന്നെയാണ് മേനോനങ്ങളുടെ കുഴപ്പം. അന്ന് പിള്ള സാറിന്റെ വീട്ടിൽ ടി വി കാണാൻ ചെന്നപ്പോൾ അവിടെ നിന്നിരുന്ന ജാനകിയുടെ കൈ പിടിച്ച് മേനോനങ്ങൾ ഇത് എന്നെ പറഞ്ഞു. എന്നാ പറഞ്ഞു? എന്നാലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കല്യാണമാവാത്തൊരു കന്നിപ്പെണ്ണിനെ നോക്കി മേനോനങ്ങൾ ഇത് പറഞ്ഞില്ലേ? മഹാമോശം മഹാമോശം മഹാമോശം. അയ്യോ അയ്യോ അയ്യോ. എബി, കളി നിർത്തി. മഴ. ഞാൻ ഇറങ്ങുന്നു. ഡാഡിയോട് പറഞ്ഞേക്കോ. ഓക്കെ. അയ്യോ അങ്ങളെ, അതേ മുളകാ ബജി വേണ്ട, എനിക്ക് തിന്നൂടാ, അൾസറാ. രുക്കു, എന്നാ? നാളെയും വരുന്നുണ്ട് ഞാൻ. ഈ കളി നാളെയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ശുക്രിയ. അയ്യോ, ചൊല്ലി ചൊല്ലി പിന്നെയും ചൊല്ലി. നമ്മുടെ പൊമ്പല് വെച്ച് ചൊല്ലി. എല്ലാം കൈവിട്ടു പോയി. என்ன குழப்பாம விஷயம் என்னன்னு சொல்லுங்கப்பா. അത് എങ്ങനെ ചൊല്ലണത്? வாயில தான் சொல்லானு ஜானிய. എന്നാ നമുക്ക് ചൊല്ലല്ലേ? നീ ചൊല്ലു. നീ ചൊല്ല്. അയ്യോ യാരാவது ஒருத்தர் விஷயத்தை சொல்லுங்கப்பா. ശുക്രിയ എന്നല്ലേ ചൊല്ലിയത്? ശുക്രിയ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അറിയോ? ശുക്രിയ. I love you. அடங்கொக்க மக்க, என்ன பார்த்தாட ஐ லவ் யூன்னு சொன்ன? அடே சொட்ட மண்டை, இந்த எத்திரிக்காப்பட்டி குட்டியா நீ என்னன்னு நினைச்ச? உன்னை என்ன பண்றேன்னு பாரு. No, I think a 260 partnership. They should leave the last 3 runs to be scored by, say, Mongi or somebody. But yeah, രുക്കു, കുറച്ച് വെള്ളം. கேட்டுப்புட்டா மாட்டிக்கிட்டடா மவனே. இரு வர. அடே சோன் பப்படி தலையா, ஓசில டிவி பார்க்க வந்தா பாத்துட்டு போக வேண்டியதானே? ஏதோ நான் கொஞ்சம் அழகா இருக்கேன்றதுக்காக நீ எங்கிட்டே நம்பர் அடிக்க பாக்குறியா? இரு வர. playing at a delivery just around the off, and we couldn't even leave it yet to play. രുക്കുവിന് ക്രിക്കറ്റ് അറിയോ? വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഞാൻ പഠിപ്പിച്ചു തരാം. വെറുതെ ഇരിക്കുമ്പോ കാണാനേ സമയം പോവല്ലോ. கேட்டுட்டானே கேட்டுட்டானே. ஐயோ எந்திரியா மேல. எந்திரி மேல. உனக்கு என்ன நெஞ்செழுத்தா? என்ன பார்த்து சுக்ரியான்னு கேப்பேன். உனக்கு வீடு போ, காடு வா வாங்குது. அடே கிழட்டு பயல, உன் நெஞ்சில இருக்கிற மஞ்சா சோத்தை எடுத்துற. எந்திரி மேல எந்திரி. ഞാനൊന്നും പറഞ്ഞല്ലോ. ஒண்ணும் பறஞ்ச வேண்டாம். அப்படியே வாய் மேல குத்திரும். ஓடி போயிரு ஓடி போயிரு. கேட்டுட்டா பா கேட்டுட்டா. என்ன பார்த்து அந்த வார்த்தை கேட்டுட்டா பா. அந்த வார்த்தையா பா. എന്ത്? சுக்ரியா.
ഹലോ പാർട്ട്നേഴ്സ്. വാടാ മുടിയാ. എന്താ ഇത്? എന്റെ ഒരു പ്രസന്റ് ലണ്ടനിൽ നിന്ന് അങ്കിളിന് പ്രത്യേകം എഴുതി വരുത്തിയതാ എബിക്ക് തരാൻ. ഓഹ്, ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ. താങ്ക് യു. ഞാൻ ഇതുകൊണ്ട് ആദ്യം എന്താ എഴുതാന്നറിയോ? എന്താ? യുവർ നെയിം, യുവർ സ്വീറ്റ് നെയിം, വർഷ. Remains in the column covering the top of the packed material. As the components of the mixture are absorbed at the top of the column. When all the solution has been poured, the reactive solvent is allowed to flow steadily through the column. When the developer percolates, ഞാനൊന്ന് ലൈബ്രറി വരെ പോയിട്ട് വരാം. നീയും വേൾഡ് ബാങ്കിന് കടം വാങ്ങിയോ? ഇതല്ല കേസ്. കുട്ടി കുട്ടിയൊന്ന് അവിടെ നിന്നേ. വലിയ കഷ്ടമുണ്ട് കേട്ടോ. ഇതിലും ഭേദം ആ പേന എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞ് കളയുന്നായിരുന്നു. $150 വില. അത് പോട്ടെ, റോയൽ ടൈപ്പാണ്, സൂക്ഷിച്ചുപയോഗിച്ച കാലകാലം നിൽക്കുമെന്ന് അങ്കിൾ പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ടാ ആ കുട്ടി ആ പേന അപമാനിക്കുന്ന വലിയ കുത്തി വരച്ചത്. വേണ്ടെങ്കിൽ വാങ്ങാതിരിക്കാൻ വരുന്നില്ലേ? ഐ എം സോറി, വർഷയ്ക്ക് ഇത്രയ്ക്ക് ഹേർട്ട് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ സാരമില്ല. എപ്പോഴും ഇഷ്ടപ്പെട്ട് ഓരോന്ന് കളക്ട് ചെയ്യും. എബിക്ക് വേണ്ടി, എബിക്ക് തരാൻ. ചിലതൊക്കെ തരും, ചിലതൊക്കെ പിന്നൊരിക്കലാവാന്ന് കരുതി മാറ്റിവെക്കും. അങ്ങനെ എന്റെ മുറി നിറയണ്ട് ഇപ്പോ. ഒരു തമാശ ഒപ്പിച്ചതല്ലോടാ ഞങ്ങള്. അതിനിങ്ങനെ ഫീൽ ചെയ്താലോ? കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ പതിവാ. അവൻ എന്ത് കിട്ടിയാലും അത് എനിക്ക് തരും, എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവന് കൊടുക്കും. രണ്ടുപേർക്കും എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രസന്റ് അവന് കൊടുക്കണമെന്ന് തോന്നിയാ അതെനിക്ക് തരണം, എന്നാലേ അവന് കിട്ടൂ. അപ്പോഴേ ഹൃദയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി. അതിന്റെ ബ്രോക്കർ പണിക്ക് എന്നെ കിട്ടില്ല, മനസ്സിലായോ? ആ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു തുടക്കാവട്ടെ. റൂട്ട് ക്ലിയർ ആവുമ്പോ എന്റെ വക ഒരു പ്രസന്റ് ഉണ്ട് തനിക്ക്. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്, 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 ഓൾ ദി ബെസ്റ്റ്. താൻ ഇവിടെ തന്നെ കറങ്ങിയെടുക്കണം. എല്ലാവരും ഉണ്ട് ഹാളില്. ഫൈനൽ റിഹേഴ്സൽ ഇന്ന് തന്നെ നടത്തിക്കോ. മറ്റന്നാൾ രാവിലെ എന്നുള്ളത് മാറി നമ്മൾ നാളെ ഉച്ചക്ക് പുറപ്പെടുക ബാംഗ്ലൂർക്ക്. അതെന്താ ഇത്ര പെട്ടെന്ന്? മറ്റു കോളേജിൽ നിന്നൊക്കെ നാളെ തന്നെ പുറപ്പെടുക. ജോസഫ് സാറിനോട് ചോദിച്ച ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. ചെല്ലേ, ഒന്ന് സഹായിക്കടാ. എത്ര ദിവസം ഉണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവല്? യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ അങ്ങനെ കൊച്ചാക്കണ്ട. ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റ് എന്ന് തന്നെ പറയണം. ആ പെരട്ട തന്നെ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോലും മക്കളെത്തൂലായിരുന്നു. ഇതിപ്പോ ജോസഫ് സാറിന്റെ സംവിധാനത്തിന് മിടുക്ക്. അല്ലാതെ സോന ജേക്കബ് ജോബിന്റെയും സംഘത്തിന്റെയും പെർഫോമൻസിന് മിടുക്കല്ല. ഇതാടാ അസൂയ എന്ന് പറയുന്നത്. എല്ലാം എടുത്തു വെക്കാം, ഒന്നും മറക്കണ്ട. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഇവള് മറക്കും മായാമി. പിന്നെ അതും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ പോകേണ്ടി വരും. പോണം, അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നിനക്കും കൂടി വരാമായിരുന്നു. അതെങ്ങനെ? യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഡേറ്റ് തന്നെ കൊണ്ടുവച്ചില്ലേ? ഈ 5-6 ദിവസം നിന്നെ കാണാതെ എങ്ങനെയാടാ ഞാൻ? ഞാനും ഇപ്പൊ അത് ആലോചിച്ച് ഓർമ്മ വെച്ച് പിന്നെ ഈ മരമാക്രിയെ കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അല്ലേ മമ്മി? ഇതിപ്പോ ഒരാഴ്ച. ഹാപ്പി. കേട്ടോടെ ബേബി ഇവള് പറഞ്ഞത്. ഇക്കണക്കിന് ഇവള് ഒരുത്തന്റെ കൂടെ കെട്ടിച്ചു വിട്ടാ പിന്നെ നിന്നെ കണ്ട ചിലപ്പോ തിരിച്ചറിയും കൂടി ഇല്ലേ ഇവള്. ഏയ്, മമ്മി ഒരു തമാശ പറഞ്ഞല്ലടാ, അതിന് നീ മൂഡ് ഓഫ് ആകുന്ന എന്തിനാ? ഐ എം സോറിഡാ. നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ലടാ വിഷമം. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ പെട്ടെന്ന് അങ്ങ് പോവില്ലേടാ. അത് പെട്ടെന്ന് പോവില്ല. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തന്നെയാ. ഞാൻ ദിവസവും നിന്നെ അവിടുന്ന് വിളിക്കാടാ. വിളിച്ചില്ലെന്ന് തന്നെ ഞാൻ കൊല്ലൂല്ലോ. എസ്റ്റേഡിക്ക് വേണ്ടി കുറച്ചും കൂടി ഫണ്ട് അനുവദിക്കാൻ പപ്പയോടൊന്ന് റെക്കമെൻഡ് ചെയ്യോടാ. ഞാൻ ഏറ്റു. എന്നാ ഞാൻ പോട്ടെടാ. പെട്ടെന്നാവട്ടെടാ. ഞാൻ പോവാടാ. ശരിടാ. ഡാ. ഓ ടാറ്റ. ബൈ ബൈ.